വഖഫ് കയ്യേറ്റങ്ങളെ ന്യായീകരിക്കാനാണ് വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ. മുൻപത്തേത് വഖഫ് ഭൂമിയാണ് എന്നതിന് കൃത്യമായ രേഖകളുണ്ട്. ഇഷ്ടദാനം എന്ന ഫറൂഖ് കോളേജ് വാദം തെറ്റാണ്. കയ്യേറ്റക്കാർ ആരായാലും ബോർഡ് മതം നോക്കില്ലെന്നും MK സക്കീർ പറഞ്ഞു. വഖഫ് ആധാരമാണെന്നും വഖഫാണെന്നും കൃത്യമായിട്ട് അന്നത്തെ എൻക്വയറി കമ്മീഷൻ്റെ ഭാഗമായി നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം വഖഫാണെന്ന് ഉത്തമ ബോധ്യപ്പെട്ടുകൊണ്ടാണ് 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ രജിസ്റ്റർ ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ടിട്ട് ഫറൂഖ് കോളേജിന് നോട്ടീസ് കൊടുത്തു, എല്ലാം നടപടി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഈ പുതിയ തർക്കത്തിൻ്റെ സാഹചര്യത്തിൽ ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ആ രജിസ്ട്രേഷനെതിരെ ഇപ്പോൾ ഫറൂഖ് കോളേജ് അപ്പീൽ ഫയൽ ചെയ്തിട്ടുള്ളത് ട്രിബ്യൂണലിൽ ആണ്. അപ്പോൾ അതുകൊണ്ട് വഖഫ് ആധാരമാണ് തെളിയിക്കുന്നതിന് അത് വളരെ കൃത്യമായ രേഖകൾ നമ്മളെ കയ്യിലുണ്ട് താനും. അത് നിലക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടദാനമല്ല എന്നതാണ് നിയമപ്രകാരം കണ്ടെത്തി. അതാണ് വർഗീയമായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥയും ഇതിനകത്ത് നിലനിൽക്കുന്നില്ല. കാരണം കയ്യേറുന്നവർക്ക് മതമുണ്ടോ ജാതിയുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം.